ഭയം തോന്നാറില്ല. അത് ശരിക്കും പറഞ്ഞത് മനസ്സിൽ തട്ടി പറഞ്ഞതാണ്. അതിലെനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയങ്ങളില്ല. നമ്മളൊരാളെ സ്നേഹിക്കുന്നത് ഒരാളുടെ കളറോ ജാതിയോ ഇതൊന്നും നോക്കിയിട്ടല്ല. സങ്കടം തോന്നുന്നത് ആരെങ്കിലും ഉണ്ടോ? ആരിലും ഉണ്ടോ? പക്ഷെ അവർ പറയാനില്ല എന്നുള്ള മാത്രം. പറയുന്നില്ലെന്നേ ഉള്ളൂ. അത് കാണുമ്പോൾ ഇന്നും ഇന്നലെയോ ഇത്ര ആൾക്കാർ ഇന്ന് ട്രംപും നെതന്യാഹുമായിട്ടുള്ള ചർച്ച വരുന്നുണ്ട്. ഇത് കാണാത്ത ആരുമില്ല. എന്നോട് ഒരുത്തം വന്ന് നമ്മളെല്ലാം കൃഷി ഒരുമിച്ച് അവൻ്റെ ചെവിക്കുറ്റിക്കിട്ട് ഒരു പുട്ടിയിൽ ഞാൻ കൊടുക്കും. കാരണം ഇതാണ് നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നം, സിനിമയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. സെൽബാ സാറിൻ്റെ പേര് പറയുമ്പോഴത്തേക്കും ഞാനൊന്ന് ഇത് സത്യമാണോ ഉണ്ണി പറയുന്നത്? ഒരു കുറച്ച് നേരം ഞാൻ ഇങ്ങനെ ആലോചിച്ചു. ആദ്യം സായബങ്കറിൻ്റെ പേര് പറഞ്ഞപ്പോൾ ഞെട്ടി. അത് കഴിഞ്ഞ് സെൽവാ സാറിൻ്റെ പേരും കൂടെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ശരിക്കും ഒന്ന് ആലോചിച്ചു. കാര്യം ലെജൻഡറി ഡയറക്ടറാണ്. പുള്ളിയുടെ എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട്, റീവാച്ച് ചെയ്ത് കണ്ടിട്ടുണ്ട്. പുതുപ്പേട്ടയൊക്കെ ഗാങ്സ്റ്റർ എന്നുള്ള സിനിമയാണ്. അത് പരാജയപ്പെടാൻ കാരണം സ്ക്രിപ്റ്റ് ഇല്ലായിരുന്നു. വ്യക്തമായിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള സ്ക്രിപ്റ്റ് റെഡി അല്ലായിരുന്നു. പക്ഷേ ആ സിനിമ ഇപ്പം ജനം അംഗീകരിക്കുന്നുണ്ട്. അത് കാലഘട്ടത്തിന് മുമ്പ് വന്ന സിനിമയാണത്. അന്നത് ആൾക്കാർക്ക് സ്വീകരിക്കാനൊക്കത്തില്ല. പിന്നെ നീരാളി പറയാം. നീരാളി അന്ന് ഞാൻ എടുക്കാണ്ടിരുന്ന സിനിമയല്ല. ആന്റണി ബ്രോവിനെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ വളരെ ചെറുപ്പമാണ് അന്ന്. CD ഇട്ട് കാണുകയാണ് ഏഞ്ചൽ ജോൺ. അന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് സക്കരക്കട്ടി എന്നല്ലേ സാർ ആ പടത്തിൻ്റെ? സക്കരക്കട്ടിയിലെ പാട്ടുകൾ മിക്കപ്പോഴും ജൂക്ക് ബോക്സിൽ വരുമ്പോൾ കാണും. അപ്പോൾ അന്ന് നമുക്ക് കണ്ട് നല്ല പരിചയമുള്ളൊരു മുഖം. കഥ പറയുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ മേഞ്ഞിട്ട് വിളിച്ചു പറയും മന്ത്രിമാരോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട അച്ഛന്മാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വിളിച്ചു പറയും. ഇവർ കഥ പറയുമ്പോൾ കഥയ്ക്ക് മുമ്പ് പറയുന്നത് എന്താണെന്നറിയാം? ഇതിന് ഇത്ര OTT കിട്ടും, ഇതിന് ഇത്ര തിയേറ്ററിക്കൽ കിട്ടും, അല്ല ഇതിന് ഇത്ര റൈറ്റ്സ് എല്ലാം റെഡിയാണ്. ഇവർക്ക് OTT എന്നുള്ള വാക്ക് ചോദിച്ചാൽ മുഴുവനും പറയാൻ അറിയത്തില്ല. ഈ ഡയറക്ടേഴ്സിനെയാണ് വില്ലന്മാരാക്കേണ്ടത്. യഥാർത്ഥത്തിൽ പ്രൊഡ്യൂസർമാരുടെ വില്ലന്മാരുടെ വലിയ ഡയറക്ടർമാരാണ്. 1 കോടിക്ക് സിനിമ എടുക്കാന്ന് പറയും, 10 കോടിക്ക് തീർക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമാകുന്നത് മായാജാലക്കാരിയാണ്. അപ്പോൾ ആ മായാജാലത്തിന്റെ വിശേഷമാണ് നമ്മൾ ഇന്ന് അറിയുന്നത്. ഷെയ്നികവും ഒപ്പം തന്നെ പ്രൊഡ്യൂസർ സന്തോഷ് ടി കുരുവിളയുമാണ് നമുക്കിപ്പോൾ ഉള്ളത്. സ്വാഗതം. സോ അപ്പോൾ നല്ല തിരക്കിലാണ്. അപ്പോൾ മുൻപ് കൊടുത്ത ഇൻ്റർവ്യൂ പോലെയല്ലേ? സാധാരണ റിലീസിന് മുമ്പ് ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഒരു ടെൻഷനാണ്, പക്ഷേ റിലീസ് കഴിയുമ്പോൾ കുറച്ചുകൂടെ റിലാക്സ്ഡ് മോഡാണ് അല്ലേ? തീർച്ചയായിട്ടും. എങ്ങനെ എൻ്റെ ഒരു റെസ്പോൺസ് വന്നപ്പോൾ ഒരു സമാധാനം, ആശ്വാസമൊക്കെ ഉണ്ടായോ? തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷം. എല്ലായിടത്തു നിന്നും യുനാനിമസ്ലി നല്ല റിപ്പോർട്ട് വരുന്നുണ്ട്. കണ്ടവർക്കെല്ലാം ഒരു തിയേറ്ററിക്കൽ മസ്റ്റ് വാച്ച് എന്നുള്ള രീതിയിലുള്ള മെസ്സേജുകളാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ ഷൈന, അതിനകത്ത് ഇപ്പോൾ ഒരു ഷൈന ഫസ്റ്റ് ഓഫ് ഓൾ പറയാൻ മറന്നു. യെസ്, അപ്പോൾ ഈ ബൾട്ടിയിലേക്ക് വരുമ്പോൾ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ ഒരു കൺഗ്രാറ്റ്സോടെ പറയാനുള്ളത് 25th മൂവിയാണ് അല്ലേ? അത് സ്പെഷ്യലാണ്, 25 എന്നൊക്കെ പറയുമ്പോൾ അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പ്ലസ് അതിനകത്തൊരു ആക്ഷൻ സീക്വൻസ്, കബഡിയൊക്കെ പരീക്ഷിക്കല്ലേ, ഫസ്റ്റ് ടൈം അല്ലേ? അപ്പോൾ അതെങ്ങനെയായിരുന്നു? അതായത് ഒരു ഭയങ്കര ചലഞ്ചാണ് അല്ലേ? നമ്മളൊരു ഫിസിക്കലും കുറച്ച് മാറ്റമുണ്ട്, പിന്നെ മൊത്തത്തിൽ അതിനെ ഒരുക്കിയെടുക്കാൻ നമുക്ക് നല്ല എഫേർട്ട് ഉണ്ട്, പിന്നെ ലാംഗ്വേജും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് എന്നെ സംസാരിക്കുന്നത്. എത്രത്തോളം അതിനകത്തൊരു എഫേർട്ട് എടുത്തു? സിനിമ കണ്ടവർക്കാണ് ആ എഫേർട്ട് തോന്നേണ്ടത്, നമ്മളിപ്പോൾ പറഞ്ഞിട്ട് അല്ലല്ലോ. അല്ല, എന്നാലും ഷൈൻ ഒരു പേഴ്സണലി നമുക്കറിയാം, നമുക്കൊരു ഓഫർ വരുമ്പോൾ ഷൈൻ അതൊരു കുറച്ചുകൂടെ നമ്മൾ ആ ഒരു കുറച്ചുകൂടെ ഒരു പ്രിപ്പറേഷൻ എടുക്കുമല്ലോ. തീർച്ചയായിട്ടും അത് എടുത്തിട്ടില്ല എന്നുള്ളതല്ല. പക്ഷെ അതിന് നമ്മളിപ്പോൾ ഒരു ലിസ്റ്റ് എടുത്ത് പറയുന്നേക്കാളും അത് കണ്ട ഓഡിയൻസിന് അവർ തന്നെ പറയുന്നുണ്ട് നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് ഷൈൻ, അത് കാണുമ്പോൾ തന്നെ സ്ക്രീനിൽ കാണാനുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അത് കേൾക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. പിന്നെ ഇതിൻ്റെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. കബഡിയിൽ ട്രെയിനിങ് ഒരു 25 days ഉണ്ടായിരുന്നു. സ്റ്റണ്ട് ട്രെയിനിങ്, പാർക്കൗട്ട് ട്രെയിനിങ് ഉണ്ടായിരുന്നു ഒരു 15 days. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഫിസിക്കലായിട്ടുള്ള എഫേർട്ട് ഒരുപാട് എടുത്തൊരു പടം തന്നെയാണ്. ഓഫ് കോഴ്സ് ആക്ടിങ് വൈസ് ഉണ്ട്, അത് എല്ലാ സിനിമകൾക്കും ഉണ്ടല്ലോ. പക്ഷേ ഈ സിനിമയ്ക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനു മുമ്പ് RDXന് ഒരു പരിധി വരെ ഉണ്ടായി. പക്ഷേ ഇത്രയും എക്സ്റ്റെൻസീവായ ഒരു ട്രെയിനിങ് ഉണ്ടായത് ബൾട്ടിക്ക് തന്നെയായിരുന്നു. അതായത് വലിയ മസിലും കാര്യങ്ങളൊന്നുമല്ല, ആ ഒരു പഞ്ച് നമുക്കങ്ങോട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണത് അതിനകത്ത് അല്ലേ? ഓക്കെ. അപ്പോൾ സന്തോഷ് സാർ, അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തൊരു നവാഗതനായ ഒരു സംവിധായകന് ഇത്രയും വലിയൊരു ക്യാൻവാസിലൊരു പടം ഒരുക്കണം, അതൊരു അദ്ദേഹത്തിന് താങ്കളെ എങ്ങനെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക്. കാരണം നമ്മൾ കുറച്ച് റിസ്ക് ആണത് അല്ലേ? നമ്മൾ ഇത്രയും പണം അതിന് മുടക്കണോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കും. അപ്പോൾ എവിടെയാണ് ആ ഒരു കൺവിൻസിങ് പോയിന്റ്, എവിടെയാണ് നടന്നത്? അദ്ദേഹം എൻ്റെ അടുക്ക് കഥ പറയാൻ വരുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത 1 മണിക്കൂർ സമയമാണ്. 1 മണിക്കൂർ കഴിഞ്ഞ് 1 മിനിറ്റ് പോലും ഇരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റോപ്പ് വാച്ച് ഇട്ടാണ് ഇരുന്നത്. അദ്ദേഹം ആ കഥ എന്താണെന്ന് 50 മിനിറ്റ്, ഉണ്ണി ശിവലിംഗം എന്നാണ് ഡയറക്ടറുടെ പേര്, 50 മിനിറ്റും കൊണ്ട് പറഞ്ഞു. ഉണ്ണി ഇതിനു മുമ്പ് ഒരു സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടർ പോലും ആയിട്ടില്ല. പക്ഷേ അദ്ദേഹം ആ കഥ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അദ്ദേഹം ആ കഥ ശരിക്കും എന്താ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ബ്ലഡിലേക്ക് അലിഞ്ഞു ചേരുന്ന രീതിയിലാണ് പറയുന്നത്.
പിന്നെ എൻ്റെ ഒരു പാർട്ണറോട് കഥ പറയാൻ പറയുമ്പോൾ പുള്ളിക്ക് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കണം, അത് 4 മണിക്കൂർ കൊണ്ടും പറഞ്ഞു. പിന്നെ ഈ സിനിമയിൽ അഭിനയിക്കേണ്ട ഓരോരുത്തരോടും പുള്ളിയോട് കഥ, അങ്ങനെയാണല്ലോ സിനിമയിലേക്ക് ആൾക്കാർ ഇന്നാകുന്നത്. പുള്ളി പോയി പറയുന്ന ഒരാൾ പോലും ഈ സിനിമ വേണ്ട, നമുക്ക് അപ്പം തന്നെ ചെയ്യാം എന്നാണ് പറഞ്ഞത്. അത് ആ പുള്ളിയിൽ കണ്ട ഒരു വലിയ ഗുണം. എൻ്റെ ഇതിന് മുമ്പുള്ള സിനിമകളിൽ തന്നെ 5 പുതിയ ഡയറക്ടേഴ്സിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. മഹേഷിൻ്റെ പ്രതികാരം വഴി ദിലീഷ് പോത്തൻ, ആൻഡ്രോയിഡ് കുഞ്ഞപ്പം വഴി രതീഷ് പൊതുവാള്, ആർക്കറിയ വഴി സാനു, അജോയ് നീരാളി വഴി, പിന്നെ അങ്ങനെ ഇത് 6ാമത്തെയാണ് നേരം. പക്ഷെ അവരെല്ലാം അസോസിയേറ്റായിട്ടോ അല്ലെങ്കിൽ ക്യാമറാമാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീൽഡിൽ ഭയങ്കരമായി പെർഫോം ചെയ്തിട്ടുള്ള. പക്ഷെ ഈ ഉണ്ണി ശിവലിംഗം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കഥ പറച്ചിലൂടെയാണ് നമ്മൾ കഥ പുള്ളിക്ക് വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലായത്. പിന്നെ പരീക്ഷിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അവിടെ ആ കഥ പറച്ചിലാണ് വീണുപോയത്. അതിൽ തന്നെയാണ് എല്ലാവരും വീണത്. ഷെയ്നും വീണ അതിലാണ്, സെൽവരാമൻ സാർ വീണ അതിലാണ്, പൂർണ്ണിമ വീണ അതിലാണ്. എല്ലാവരും ഇപ്പം എല്ലാവർക്കും സെക്കൻഡ് പാർട്ട് ഉണ്ടോ? പൂർണ്ണിമ ഇന്നലെ ഒരു തമാശ പറയാം, ആദ്യമായിട്ട് ഞാൻ അടുത്ത് പറയാം. എൻ്റെ ഡ്രൈവറോട് പറഞ്ഞു, പൂർണ്ണിമ ഇന്നലെ എയർപോർട്ടിൽ വിടാൻ നേരം, ഉണ്ണിയോട് പറയണം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണം, കാരണം ജീവിച്ചിരിക്കുന്ന ഒരു വില്ലത്തി പൂർണ്ണിമ മാത്രമേ ഉള്ളൂ, ബാക്കി 2 പേരും മരിച്ചുപോയി. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ്. അപ്പോൾ ഷെയ്നും ഈ കഥ തുടക്കത്തിൽ കേട്ടപ്പോൾ അതങ്ങ് കമ്മിറ്റ് ചെയ്യാൻ ഞാൻ തന്നെയാണ് ഉദയൻ എന്നങ്ങ് തീരുമാനിച്ചോ? അങ്ങനെയല്ല, ആദ്യം ഉണ്ണി എൻ്റെ അടുത്ത് കഥ പറയാൻ വന്നു. അപ്പോൾ ഞാൻ ഉണ്ണി അടുത്ത് പറഞ്ഞു, ഉണ്ണി ഇതൊരു വലിയ സ്കെയിൽ പരിപാടിയാണ്, ഇതൊരു പക്ക തമിഴ് പടം പോലത്തെ തന്നെ ഒരു പടമാണ്. അപ്പോൾ ഇത് ട്രസ്റ്റ് ചെയ്ത് വരുന്ന ഒരു പ്രൊഡ്യൂസർ, ഏറ്റവും നല്ലൊരു ബാനറാണ് ഉണ്ണി ഇതെന്ന് നോക്കണ്ടേന്ന് പറഞ്ഞു. അപ്പം ഞാനത് പറഞ്ഞു വിടുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയൊരു വിശ്വാസമില്ല. കാര്യം മലയാള സിനിമയുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ബഡ്ജറ്റ് ഇട്ട് ഒരു പുതിയ സംവിധായകനെ കൊണ്ടുവരാൻ എല്ലാവർക്കും ഇച്ചിരി മടിയാണ്. പുതിയ സംവിധായകരെ അവർ ട്രസ്റ്റ് ചെയ്യും, പക്ഷെ അപ്പോഴും ബഡ്ജറ്റ് കുറവായിരിക്കും. അതാണ് പൊതുവേ നമ്മൾ കണ്ടുവരുന്നത്. ഞാനിപ്പോൾ ഒരുപാട് സിനിമകൾ പുതുമുഖങ്ങൾ സംവിധായകരുടെ കൂടെ ചെയ്തിട്ടുള്ളത്. പക്ഷേ അപ്പോൾ എനിക്കൊരു വലിയൊരു വിശ്വാസത്തിലല്ല ഞാൻ ഉണ്ണിനെ പറഞ്ഞു വിടുന്നത്. പക്ഷേ എന്തോ ഒരു കോയിൻസിഡൻസ് പോലെ സാർ സിനിമ കമ്മിറ്റ് ചെയ്യുന്നു, സാറ് ചെയ്യാമെന്ന് പറയുന്നു. അതിനുശേഷം എല്ലാം ഓരോ നിമിത്തങ്ങൾ പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. സായി അഭ്യങ്കർ മ്യൂസിക് വരുന്നു, സെൽവരാഘവൻ സാർ വരുന്നു, അൽഫോൺസ് ചേട്ടൻ വരുന്നു, പൂർണിമ ചേച്ചി വരുന്നു, ശാന്തനു ഭാഗ്യരാജ് വരുന്നു. ഇത് ഈ സിനിമയ്ക്ക് അർഹിക്കുന്ന, അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് എന്താ പറയുക, ഒരു സത്യമുണ്ട്. അത് എല്ലാം വന്നതുപോലെ എന്താ പറയുക, ഒത്തുചേർന്ന പോലെ വീണത് പോലെ. അതാണ് നമ്മളൊരു ഫോഴ്സ് ചെയ്ത് വന്നതുപോലെ അല്ല, എല്ലാം അങ്ങനെ സംഭവിച്ച പോലെയാണ് ഈ സിനിമ സംഭവിച്ചത്. അങ്ങനെ എനിക്ക് എപ്പോഴും നടക്കുന്നതല്ല. കാരണം നമ്മൾ പലരെ വിചാരിക്കും മനസ്സിൽ, അവർ നമുക്ക് അവരുടെ ഡേറ്റ് ചിലപ്പോൾ നമുക്ക് കിട്ടത്തില്ല, ചിലപ്പോൾ അവരുമായിട്ടുള്ള നമ്മുടെ പറയുന്ന പേയ്മെൻറ്റ് ടൈം ശരിയാകത്തില്ല, അങ്ങനെ പല രീതിയിൽ അവർ നമ്മൾ ബിസി ആയിരിക്കും. പക്ഷേ ഈ സിനിമയിൽ നമ്മൾ ആരെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് അവരെല്ലാം ഈ സിനിമയിലേക്ക്. അപ്പോൾ ഞാൻ സായി അഭ്യങ്കറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഭയങ്കര ചർച്ച ചെയ്തു. അപ്പോൾ ഇത്രയും പൈസയൊക്കെ കൊടുത്ത് സായി അഭ്യങ്കറിനൊക്കെ കൊണ്ടുവന്ന് ചെയ്യുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ആ സിനിമയിൽ അത്രത്തോളം വലുതാണെന്ന് ഇപ്പോൾ റിലീസായപ്പോൾ നമ്മൾ കണ്ടു. എങ്ങനെയാണ് സാറിനെ വിലയിരുത്തുന്നത്? എനിക്ക് ഖത്തറിലൊരു മ്യൂസിക് സ്കൂളുണ്ട്, മ്യൂസിക് ലോഞ്ച്. അപ്പോൾ എൻ്റെ സ്കൂളിലെ സ്റ്റുഡൻറ്റ് ഖത്തറിലുള്ള അൽദാന എന്ന് പറയുന്ന ഒരു അറബി ലേഡിയാണ്. പുള്ളിക്കാരത്തി ആ സ്കൂളിൽ പഠിക്കാൻ വന്നു. ശരിക്കും ഖത്തറിൽ അറബ്സിന് പാട്ട് പഠിക്കുന്നതിലേക്ക് ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉള്ള സ്ഥലമാണ്, നമ്മുടെ ഇന്ത്യ പോലെ അല്ലല്ലോ. ആ കുട്ടി അവിടുന്ന് പഠിച്ച് കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിൻ്റെ ഇനാഗറൽ സോങ് പാടിയത് അൽദാനയാണ്. അൽദാന ഇപ്പം നമ്മുടെ മ്യൂസിക് മ്യൂസിക്കിൻ്റെ ഡയറക്ടറാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇപ്പം മ്യൂസിക് സ്കൂളുണ്ട്. നേരം ഈ ഒരു പരീക്ഷണം മലയാളത്തിൽ ഇപ്പം വലിയ മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സുഷിൻ ശ്യാമുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്. എങ്കിൽ പോലും ഒരു വ്യത്യസ്ത ഈ സിനിമയെ കൊണ്ടുവരണമെന്ന് ചിന്തിച്ചു. ഡയറക്ടർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ കേട്ടോ, ഞാൻ അങ്ങോട്ട് പറഞ്ഞതല്ല, നമുക്കൊന്ന് പരീക്ഷിച്ചാലോ. ഞാൻ നോക്കിയപ്പം പുള്ളിയും ഒരു സിനിമ പോലും ചെയ്തിട്ടില്ല. സായി അഭ്യങ്കറിൻ്റെ ആദ്യത്തെ സിനിമ നമ്മളുമായിട്ട് സൈൻ ചെയ്ത്. നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി 14 സിനിമ സൈൻ ചെയ്തു. അതെല്ലാം ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമകളാണ് പുള്ളി സൈൻ ചെയ്തേക്കുന്നത്. എൻ്റെ നിന്ന് മേടിച്ചതിൻ്റെ 5 ഇരട്ടി ശമ്പളമാണ് പുള്ളി ഇപ്പം മേടിക്കുന്നത്. നേരം അത് അന്ന് ഡയറക്ടർ ഉണ്ണി എന്നോട് പറഞ്ഞത് സത്യമാണ്, എൻ്റെ പാർട്ണർ ബിനുവിനോടും എന്നോടും പറഞ്ഞത് സത്യമാണ് എന്ന് നമ്മൾ ആ ഉണ്ണിയെ വിശ്വസിച്ചു. അദ്ദേഹത്തെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അദ്ദേഹത്തെ കൊണ്ടുവന്ന പൈസ കേട്ടിട്ട് പലരും പല ട്രോളൊക്കെ ചെയ്തായിരുന്നു കഴിഞ്ഞ ആഴ്ച. അത് സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ട്രോളൊക്കെ നിന്നു. അത് വേറെ ഒരു മറുപടി കൊടുക്കാനില്ല അതിന്. പിന്നെ നമുക്ക് ഇത് ഈ കറക്റ്റായിട്ടുള്ള ആൾക്കാർ പ്ലേസ്ഡ് ആയാൽ മാത്രമേ ഒരു പ്രോഡക്റ്റ് കറക്റ്റ്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഇപ്പോൾ ഷെയ്ൻ അഭിനയിച്ചുകൊണ്ട് സിനിമ വിജയിക്കണമെന്നില്ല, ഉണ്ണി ഡയറക്റ്റ് ചെയ്തുകൊണ്ട് സിനിമ വിജയിക്കണമെന്നില്ല, ഇന്നയാൾ മ്യൂസിക് ചെയ്തുകൊണ്ട് സിനിമ വിജയിക്കണമെന്നില്ല, ഇന്നയാൾ ക്യാമറ എടുത്തുകൊണ്ട് സിനിമ വിജയിക്കണമെന്നില്ല. സിനിമ വിജയിക്കണമെങ്കിൽ പ്രൊഡ്യൂസറുടെ കാശ് വേണം,
കടം മേടിച്ചുകൊണ്ടുള്ള പൈസ എടുത്തുകൊണ്ട് വന്നാൽ അവന് ടെൻഷനാണ്. ബ്ലേഡിന് എടുത്തുകൊണ്ട് വന്നാൽ അവൻ വിചാരിക്കട ബ്ലേഡ് പൈസ കൊടുക്കണ്ടേ, അന്നേരം അവിടെ പൈസ കുറയ്ക്കും. ഞാൻ പറഞ്ഞത് ഇത് ഓരോ വിഭാഗങ്ങളുണ്ട്. സ്റ്റണ്ട് മാസ്റ്റർക്കാരുടെ ഇതുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഷെയ്ൻ ഈ സിനിമയ്ക്കകത്ത് 2 പ്രാവശ്യം ആക്സിഡൻസ് ഉണ്ട്. ആ ടേക്ക് കെയർ ചെയ്യുന്ന ആൾക്കാർ, ഷെയ്ൻ്റെ കൂടെയുള്ള സ്റ്റാഫ്, ഷെയ്ൻ എനർജി കൊടുക്കുന്ന വെച്ചാൽ ഇവരെല്ലാം കൂടെ, ഇവരൊന്നും നമ്മൾ ഒരിക്കലും റെക്കഗ്നൈസ് ചെയ്യാറില്ല. ഇവരെല്ലാവരും കൂടെ കൂടുമ്പോഴാണ് ഒരു സിനിമ വരുന്നത്. ഇതൊരു അവിയൽ എന്ന് പറയും, ഞങ്ങളുടെ ഇവിടെ ഉണ്ടോ കോഴിക്കോട്? അവിയൽ എന്ന് പറഞ്ഞാൽ എല്ലാം വന്നാൽ അവിയലിന് രുചിയുള്ളതെന്ന് പറയുന്നത്. വെണ്ടയ്ക്കയും വരണം, മുരിങ്ങയ്ക്കയും വരണം, എല്ലാം വരണം. അല്ല, സോറി, എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇടണം. അതെ, അവിയലിൽ എല്ലാ കൂട്ടുകളും ചേർന്നാലേ അതിന്റെ രുചി ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ അവിയൽ നല്ല വൃത്തിയായിട്ടുണ്ടായി വന്നു. യെസ്. അപ്പോൾ ഷെയ്ൻ, ഇതിനകത്തേക്ക് വരുമ്പോഴേ നമ്മൾ എന്താ അറിയില്ല, സംവിധായകനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. കാര്യം എല്ലാ സംവിധായകരെയും പിടിച്ച് വില്ലനാക്കി എന്താണെന്ന്. ശെൽവരാഘവനാണെങ്കിലും ഇനിയിപ്പോൾ അൽഫോൻസിന്റെ ഒക്കെ ഡിഫറെന്റ് ഒരു ഫേസ് നമ്മൾ കാണുന്നുണ്ടല്ലേ. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു സ്ക്രീൻ പ്രസൻസ്, അൽഫോൻസിന്റെ ഒരു സ്ക്രീൻ പ്രസൻസ് എങ്ങനെയായിരുന്നു ഷെയ്ൻ്റെ? ഈ ഡയറക്ടേഴ്സിനെയാണ് വില്ലന്മാരാക്കേണ്ടത്. യഥാർത്ഥത്തിൽ പ്രൊഡ്യൂസർമാരുടെ വില്ലന്മാരുടെ വലിയ ഡയറക്ടർമാരാണ്. 1 കോടിക്ക് സിനിമ എടുക്കാന്ന് പറയും, 10 കോടിക്ക് തീർക്കും. എനിക്കൊന്നും പകരം വീട്ടിയതാണോ? അതുകൊണ്ട് ഡയറക്ടർമാർക്ക് ഒരു പണി കൊടുത്താണ്. 2 ഇടി കൊടുക്കാൻ ഇത് വേറൊരു അവസരം കിട്ടില്ലല്ലോ. അതെ, കറക്റ്റ്. അല്ല, ഇതിപ്പോ ഈ 2 പേരും എന്നോട് ഉണ്ണി തന്നെയാണ് പറയുന്നത്. ഞാൻ അപ്പോൾ അൽഫോൻസേൻ്റെ കാര്യം പറഞ്ഞത് ഞാൻ പറഞ്ഞു അടിപൊളിയായിരിക്കും ഉണ്ണി, അത് സെറ്റായിരിക്കും. അങ്ങനെ ഒരു ക്യാരക്ടർ അൽഫോൻസേൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഐ മീൻ ഫസ്റ്റ് ടൈമാണ് ആക്ട് ചെയ്യുന്നത്. ഒരു പ്രോപ്പർ ക്യാരക്ടർ റോൾ ചെയ്യുന്നതും ബൾട്ടിയിലാണ്. അപ്പോൾ അത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. അത് കഴിഞ്ഞ് സെൽവാ സാറിൻ്റെ പേര് പറയുമ്പോഴത്തേക്കും ഞാനൊന്ന് ഇത് സത്യമാണോ ഉണ്ണി പറയുന്നത്? ഒരു കുറച്ച് നേരം ഞാൻ ഇങ്ങനെ ആലോചിച്ചു. ആദ്യം സായബങ്കറിൻ്റെ പേര് പറഞ്ഞപ്പോൾ ഞെട്ടി. അത് കഴിഞ്ഞ് സെൽവാ സാറിൻ്റെ പേരും കൂടെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ശരിക്കും ഒന്ന് ആലോചിച്ചു. കാര്യം ലെജൻഡറി ഡയറക്ടറാണ്. പുള്ളിയുടെ എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട്, റീവാച്ച് ചെയ്ത് കണ്ടിട്ടുണ്ട് പുതുപ്പേട്ടയൊക്കെ. അപ്പോൾ ഇത്രയും ഒരു ഫാൻ ബേസ് ഉള്ള, അതായത് ഒരു ലെജൻഡറി സംവിധായകൻ, പുള്ളി ആണ് എൻ്റെ വില്ലൻ എന്നുള്ള ഒരു 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 കാര്യം അത് ഉൾക്കൊള്ളാൻ തന്നെ എനിക്ക് കുറച്ച് സമയം എടുത്തു. അതിനെല്ലാത്തിനും ആദ്യം ഇപ്പോൾ ഉണ്ണിക്ക് പറയാം, പക്ഷേ ഇതൊക്കെ സമ്മതിച്ചു കൊടുക്കണമെങ്കിൽ പ്രൊഡ്യൂസർ വിചാരിക്കാണ്ട് നടക്കില്ല. അപ്പോൾ പ്രൊഡ്യൂസേഴ്സിന് തന്നെയാണ് അത്. സാറിൻ്റെ അടുത്ത് റീച്ച് ചെയ്യാൻ തന്നെ നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടു. കാരണം പലരോടും തമിഴ്നാട്ടിൽ പറഞ്ഞിട്ട് അവർക്കെല്ലാം പുള്ളിയോട് പറയാൻ പേടി, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ലാലേട്ടൻ്റെ അളിയൻ സുരേഷിനെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഒന്ന്. അങ്ങനെ പുള്ളി വിളിച്ച് പറഞ്ഞു നല്ല സിനിമകളൊക്കെ എടുത്തൊരു പ്രൊഡക്ഷനാണ്, ഒന്ന് കഥ കേൾക്കണത്. ഉണ്ണി എന്നെയും കൂട്ടിക്കൊണ്ട് പോയി. പകുതിയായപ്പോൾ ഞാൻ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയി. അവസാനം തെറിവെല്ലാം കേൾക്കുമെന്ന് ആയിരുന്നു. തീർന്നു കഴിഞ്ഞ് ഞാൻ കയറി ചെല്ലുമ്പോഴത്തേക്കിന് പുള്ളി പറഞ്ഞു അടിപൊളി ക്ലൈമാക്സ് ആണ്, ഇത് ഞാൻ ചെയ്യും തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു. ശമ്പളമൊക്കെ വലിയ എമൗണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു മലയാളമാണ്, കാലൊക്കെ പിടിച്ച് ഉറപ്പിച്ചു. അന്നേരം പുള്ളിയും അത് വളരെ ഹാപ്പി ആയിട്ട് ചെയ്തു, വളരെ നല്ലതായിട്ട് വന്ന് ചെയ്തു. ഇപ്പൊ മോഹൻലാലിന്റെ കാര്യം പറഞ്ഞപ്പോഴാ സായിനിയും പറയുന്നത് മോഹൻലാലായിരുന്നു എന്ന് ചെയ്ത് കേട്ടിട്ടുണ്ട്. മോഹൻലാൽ സാറിനെ കാരണം ഞാനുമായിട്ടും എൻ്റെ കൂടെയുള്ള പാർട്ണർ ബിനുവായിട്ടും ലാലേട്ടന് വളരെ നല്ല ബന്ധമാണ്. നേരം അദ്ദേഹം മലയാള ഇൻഡസ്ട്രിയിലേക്ക് ഒരാളെ പുറത്തുനിന്ന് ഇൻവൈറ്റ് ചെയ്യണം. ഇൻഡസ്ട്രി വലുതാണെങ്കിൽ ഞാൻ എല്ലാവരോടും പറയുന്നതാണ്, ഒരാളിൽ മാത്രം നിന്നാൽ ആകത്തില്ല. അല്ലെങ്കിൽ ഇപ്പം ഷെയ്നും അല്ലെങ്കിൽ ഫഹദും അല്ലെങ്കിൽ പൃഥ്വിരാജും മാത്രം അഭിനയിക്കാൻ നിന്നാൽ ഇൻഡസ്ട്രി വലുതാകത്തില്ല. സിനിമകൾ കൂടണം. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ അന്ന് കണക്ക് വിടുന്ന സമയത്തൊക്കെ അതിനെ എതിർക്കാൻ കാരണം. പ്രൊഡ്യൂസേഴ്സ് മാറി നിൽക്കും, പിന്നെ പ്രൊഡ്യൂസേഴ്സും വരണം. കാരണം ഈ ഇൻഡസ്ട്രി വലുതാകണമെങ്കിൽ ഇവരെല്ലാം കൂടെ വന്നെങ്കിൽ മാത്രമേ വളരത്തുള്ളൂ. ഒരു സിനിമ മാത്രം വിജയിക്കുന്നില്ല, എല്ലാ സിനിമകൾക്കും സ്പേസ് ഉണ്ടാകുന്നിടത്ത് തന്നെയാണ്. പിന്നെ ശന്തനുടെ കാര്യം പറഞ്ഞില്ല, ശന്തനും ഭാഗ്യരാജും കൂടെ. അതുപോലെ എനിക്കൊന്നും നായികയേക്കാൾ അധികം നായകൻ ചുറ്റിപ്പറ്റി നടക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് പടമാണല്ലോ, ഫ്രണ്ട്സ് പടമാണ്. ശാന്തനു ബ്രോവിനെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ വളരെ ചെറുപ്പമാണ് അന്ന്, CD ഇട്ട് കാണുകയാണ് ഏഞ്ചൽ ജോൺ. അന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് സക്കരക്കട്ടി എന്നല്ലേ സാർ ആ പടത്തിൻ്റെ, സക്കരക്കട്ടിയിലെ പാട്ടുകൾ മിക്കപ്പോഴും ജൂക്ക് ബോക്സിൽ വരുമ്പോൾ കാണും. അപ്പോൾ അന്ന് നമുക്ക് കണ്ട് നല്ല പരിചയമുള്ളൊരു മുഖം. പിന്നെ ഇപ്പോൾ ഈ അടുത്ത് പാവക്കഥകൾ എനിക്ക് കാണാൻ പറ്റിയില്ല, ബ്ലൂ സ്റ്റാറും, അതിലുമൊക്കെ നല്ല പ്രോമിനൻ്റ് വേഷമാണ് ഉള്ളത്. പുള്ളിക്കാരൻ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ആക്ടറാണ്. അത് കൺസിസ്റ്റൻ്റ്ലി ഡെഡിക്കേറ്റഡ് ആവുന്ന അപൂർവം ചില ആക്ടേഴ്സിൽ ഒരാളാണെന്ന് ഞാൻ പറയും. എല്ലാ ഷോട്ടിനും പുള്ളിയുടെ ബെസ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ അതിലൊരു ബെസ്റ്റ് സംഭവിക്കണമെന്ന് അത്ര ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നൊരു, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതുകൊണ്ട് പറയുന്നത്, നല്ലൊരു കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരു ആളാണ്.
യെസ്, എനിക്ക് ആ ഒരു എപ്പോഴും ആ ഫൈറ്റ് സീനാണ് അതിൻ്റെ ഒരു കിക്ക് തന്നെയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര നമ്മൾ സാധാരണ ഈ ഭയങ്കര മസിലൊക്കെ വന്നിട്ട് ഇടിക്കുന്നതിൻ്റെ ഒരു പഞ്ച് നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷേ ഷെയ്ൻ ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര ഇത് തോന്നുന്നത് ആ ഒരു ഫീൽ കിട്ടിയ ഒരു ഫീലുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഭയങ്കര ഇൻറ്റൻസ് ഫൈറ്റ് സീനായിരുന്നു. ഇപ്പോൾ ഹോട്ടലിൽ വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു മറ്റേ സോഡ ഫാക്ടറി, അങ്ങനത്തെ കുറേ ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് കുറേ ട്രെയിനിങ് ഒക്കെ എടുക്കേണ്ടി വന്നു അങ്ങനെ വേണ്ടിയിട്ട്? ആദ്യത്തെ ഈ പറഞ്ഞ സ്റ്റണ്ട് ട്രെയിനിങ് എന്ന് പറഞ്ഞല്ലോ, അതിൽ സ്റ്റണ്ട് ട്രെയിനിങ് എന്ന് ഉദ്ദേശിക്കുന്നതിൽ പാർക്കോർ ബേസ്ഡ് ആയിരുന്നു. ഈ റോള് ഈ പറഞ്ഞ പോലെ ബൾട്ടി അടിക്കുക. ബൾട്ടീൻ്റെ മീനിങ് തന്നെ സമ്മർസോൾട്ട് എന്നാണ്. നമ്മൾ മലയാളത്തിൽ അത്ര എന്താ പറയുക സുപരിചിതമല്ലാത്ത വാക്കാണ്. പക്ഷേ തമിഴ്നാട്ടിലും അല്ലാണ്ട് നോർത്തിലും ഒക്കെ ബൾട്ടി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഈ ഒരു മീനിങ് സമ്മർ സോൾട്ടിനെയാണ് ബൾട്ടി എന്ന് പറയുന്നത്. കബഡിയിൽ അത് കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കൊളോക്കിയൽ വേർഡാണ് അവിടെ പാലക്കാട് ആ തമിഴ്നാട് ബോർഡറിൽ. അപ്പോൾ ആ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. പിന്നെ ഫൈറ്റിന് അങ്ങനെ വേറെ അങ്ങനെ അതിന് വേണ്ടി മാത്രമായിട്ട് ട്രെയിനിങ് ക്ലൈമാക്സ് എടുക്കുന്ന സമയത്ത് ഒരു ദിവസം പ്രയർ നമുക്കൊരു പ്രാക്ടീസ് വെച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസം ഉണ്ടായിരുന്നു. 2 ദിവസം ക്ലൈമാക്സിന് മുമ്പ് 2 ദിവസം പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ആ ഒരു ഫൈറ്റിൻ്റെ സീക്വൻസുകൾ കുറച്ച് നേരത്തെ പഠിച്ചു വെക്കാം. കാര്യം ചെറിയ സ്പേസിൽ ഇപ്പം ഞാൻ ആ ഒരു ഇതിലിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടോയ്ലറ്റിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പിൽ നിന്നുകൊണ്ട് ഇരിക്കുന്നത്. അപ്പം ഇതെല്ലാം ടൈമിങ് ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആൾക്കാർ വന്ന്. അപ്പോൾ അതൊരു കൊറിയോഗ്രാഫി പോലെ പഠിച്ച് തല കയറാനായിട്ട് 2 ദിവസം നമുക്ക് ഉണ്ടായിരുന്നു. കഷ്ടപ്പെട്ടു, എല്ലാ പടത്തിലും നന്നായിട്ട് തന്നെ കഷ്ടപ്പെടുന്നുണ്ട്. ഇതിന് കുറച്ചധികം ഫൈറ്റ് മാസ്റ്റർ ആദ്യത്തെ സിനിമയിലേക്കുള്ള ഒരു മറ്റേ മെയിൻ ഫൈറ്റ് മാസ്റ്റർ ആയിട്ട് വരുന്ന പടം. അത് പറഞ്ഞപ്പോഴേ സാർ നേരത്തെ പറഞ്ഞു കുറേ പുതുമുഖ സംവിധായകർ, പരീക്ഷണങ്ങൾ, ഇപ്പോൾ ചില പടങ്ങളൊക്കെ വിജയിക്കും, ചിലത് പരാജയപ്പെടും, അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഈ ബൾട്ടിയുടെ കാര്യം, കഥ കേട്ടപ്പോഴാണ് അത് ഓക്കെ എന്ന് തോന്നിയത്. പക്ഷേ എല്ലാ ചിത്രത്തിലും ഇങ്ങനെ കേൾക്കുമ്പോൾ എപ്പോഴും ഒരു 2 സാധ്യതകളുണ്ട്. ഒന്നുകിൽ വിജയിക്കാം, അല്ലെങ്കിൽ കാശ് മുഴുവൻ പോകാവുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ എവിടെയാണ് ആ ടേക്ക് വരുന്നത്? ഞാൻ ഇത് എടുക്കാം, അല്ലെങ്കിൽ ഇതെനിക്ക് പറ്റും, അല്ലെങ്കിൽ അത് വിജയിപ്പിക്കാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം? നമുക്കൊരു കഥ കേൾക്കുമ്പം ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഇപ്പം എൻ്റെ സിനിമയിൽ പരാജയപ്പെട്ട 2 സിനിമകളാണ്. അതിനകത്ത് ഒന്ന് ഗാങ്സ്റ്റർ എന്നുള്ള സിനിമയാണ്. അത് പരാജയപ്പെടാൻ കാരണം സ്ക്രിപ്റ്റ് ഇല്ലായിരുന്നു. വ്യക്തമായിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള സ്ക്രിപ്റ്റ് റെഡി അല്ലായിരുന്നു. പക്ഷേ ആ സിനിമ ഇപ്പം ജനം അംഗീകരിക്കുന്നുണ്ട്. അത് കാലഘട്ടത്തിന് മുമ്പ് വന്ന സിനിമയാണത്. അന്നത് ആൾക്കാർക്ക് സ്വീകരിക്കാനൊക്കത്തില്ല. പിന്നെ നീരാളി പറയാം. നീരാളി അന്ന് ഞാൻ എടുക്കേണ്ടുന്ന സിനിമയല്ല. കുമാർ സാർ എന്ന് പറഞ്ഞ ക്യാമറമാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ്. അദ്ദേഹത്തിൻ്റെ പൈസ ഇല്ലാഞ്ഞുകൊണ്ട് എടുത്താണ്. നല്ലൊരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പം തന്നെ നമുക്കൊരു ഉൾവിളി എന്ന് പറയും ഞങ്ങളുടെയൊക്കെ നാട്ടിൽ, അല്ലെങ്കിൽ ഒരു ഗട്ട്സ് ഫീലിംഗ് ഉണ്ടാവും ഈ സിനിമ നമുക്ക്. ഇപ്പം നമ്മുടെ ഫൈറ്റ് മാസ്റ്ററുടെ കാര്യത്തിൽ ഞാനും ഡയറക്ടറും തമ്മിൽ വഴക്കുണ്ടായി. പിന്നെ പുള്ളി വിക്കി മാസ്റ്റർ ആദ്യത്തെ ഫൈറ്റ് മാസ്റ്റർ, പുള്ളിക്ക് ധൃതിയാണ്. പക്ഷേ എനിക്കെന്തോ ആദ്യത്തെ ഫൈറ്റ് അങ്ങോട്ട് എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. രണ്ടാമത്തെ ആളെ പുള്ളി ഇന്ത്യയിലെ വലിയ ഫൈറ്റ് മാസ്റ്റർമാരെല്ലാം പേര് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇയാളെ വെച്ച് ഈ സിനിമ എടുത്താൽ മതി, എങ്കിൽ ഈ സിനിമ കണ്ടിന്യൂ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇപ്പം പുള്ളി ഹീറോ ആയി. കഴിഞ്ഞ ദിവസം അറ്റ്ലിയുടെ പടത്തിൽ സ്റ്റണ്ട് മാസ്റ്ററായിട്ട് പുള്ളിയെ വിളിച്ചു. നമ്മൾ പറയണ്ട അവസരങ്ങൾ മനുഷ്യന് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പം ഞാൻ തന്നെ ബിസിനസ് തുടങ്ങാൻ തന്നെ എൻ്റെ അപ്പൻ എൻ്റെ ഒരു ലക്ഷം രൂപ തന്നു ബിസിനസ് ചെയ്യാൻ പറഞ്ഞു. തന്നില്ലായിരുന്നെങ്കിൽ പുള്ളി തന്നെ വന്ന് നടത്തുമായിരുന്നെങ്കിൽ ഞാനൊരു വലിയ ബിസിനസ്സുകാരനാകത്തില്ല. വലിയ ബിസിനസ്സുകാരനാണെന്നല്ല പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾക്കാർക്ക് അവസരം കൊടുക്കണം തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ നമ്മൾ മലയാള സിനിമ അതിൻ്റെ ഒരു എന്താ പറയുക സാമ്പത്തികമായി പ്രതിസന്ധിയിലാണെന്നും മുടക്കിയ ചിത്രങ്ങൾക്ക് പോലും അതിൻ്റെ പണം കിട്ടുന്നില്ല എന്നൊക്കെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയും. പിന്നെ താങ്കൾ വന്നിട്ട് അതിന് കുറേ ഉദാഹരണങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മലയാളത്തിലൊരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ കുറച്ച് പണം മുടക്കിയിട്ട് പരമാവധി പണം ഉണ്ടാക്കുക, അങ്ങനെ ഒരു ഇതിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അതിന് മലയാളം ഇൻഡസ്ട്രി പാകപ്പെട്ടിട്ടുള്ളതാണെന്ന് നമ്മൾ കുറേ സിനിമകളിലൂടെ കണ്ടതുമാണ്. അപ്പോൾ ആ ഒരു അപ്രോച്ച് ആയിരിക്കുമല്ലേ ഇനി എല്ലാവരും നോക്കുന്നത്? ഇത്രയും സിനിമ എടുത്ത് എൻ്റെ അടുക്ക കഥ പറയാൻ ചിലർ വരും. കഥ പറയുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞിട്ട് വിളിച്ചു പറയും മന്ത്രിമാരോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട അച്ഛന്മാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വിളിച്ചു പറയും. ഇവർ കഥ പറയുമ്പോൾ കഥയ്ക്ക് മുമ്പ് പറയുന്നത് എന്താണെന്ന് ഇതിന് ഇത്ര OTT കിട്ടും, ഇതിന് ഇത്ര തിയേറ്ററിക്കൽ കിട്ടും, അല്ല ഇതിന് ഇത്ര റൈറ്റ്സ് എല്ലാം റെഡിയാണ്. ഇവർക്ക് OTT എന്നുള്ള വാക്ക് ചോദിച്ചാൽ മുഴുവനും പറയാൻ അറിയത്തില്ല. എന്താണ് OTT എന്ന് ചോദിച്ചാൽ പറയാൻ അറിയത്തില്ല. എന്നാലും ഇത് അങ്ങനെ കളിപ്പിക്കപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ സിനിമ പ്രോപ്പർ സ്ക്രിപ്റ്റുമായിട്ട് ഡിസിപ്ലിൻഡായിട്ട് സിനിമ ഷൂട്ട് ചെയ്താൽ രണ്ടുമുണ്ട്. ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. സിനിമ സെറ്റിലെ ഡിസിപ്ലിന്, നമ്മൾ കൊടുക്കുന്ന ശമ്പളം കറക്റ്റായിട്ട് കൊടുക്കണം, ഭക്ഷണം കറക്റ്റായിട്ട് കൊടുക്കണം, ഇങ്ങനെയെല്ലാം കറക്റ്റായിട്ട് ചെയ്താൽ നല്ല സ്ക്രിപ്റ്റുള്ള സിനിമയാണെങ്കിൽ എല്ലാവരും നല്ലതായിട്ട് ആർക്കെങ്കിലും കൊടുത്താൽ ആരെങ്കിലും മോശമായിട്ട് തിരിച്ച് ഇടപെടുമോ? എന്നോട് ആൾക്കാർ ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു സൗബിൻ സിൽവൽ, അല്ലെങ്കിൽ എങ്ങനെ ഷെയ്ൻ എങ്ങനെയുണ്ട്, ലാലേട്ടനോട് പടം ചെയ്തിട്ട് എങ്ങനെയുണ്ട്, ഓരോ എക്സാമ്പിൾസ് ചോദിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് വരെ സിനിമ എടുത്ത് ആരിൽ നിന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല.
കാരണം നമ്മൾ ഒരു ജെല്ലിൽ അങ്ങ് പോകണം. അവർക്ക് സിനിമയിൽ പെർഫോം ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഉണ്ടാക്കി കൊടുത്താൽ ആരിൽ നിന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ ഹോളിവുഡിലേക്കൊക്കെ വരുമ്പോൾ അവരിങ്ങനെ ഓരോ പൊളിറ്റിക്കൽ കാര്യങ്ങളിലൊക്കെ അവർ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നടത്താറുണ്ട്. പക്ഷേ ബോളിവുഡിലാണെങ്കിലും മറ്റേ ഇന്ത്യൻ സിനിമകളിലൊക്കെ ആണെങ്കിലും നടന്മാർ അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു കറണ്ട് ഇഷ്യൂസിനെ പറ്റിയിട്ട് അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും പറയാറില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ സിനിമയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളിലേക്ക് പോവാതിരിക്കുക. അവർക്ക് പൊളിറ്റിക്സ് ഇല്ലാത്തതുകൊണ്ടല്ല. പക്ഷേ തുറന്ന് പറഞ്ഞാൽ ലേബൽ ചെയ്യപ്പെടുമെന്ന് നമ്മളെല്ലാവരും പേടിക്കുന്നുണ്ട്. പക്ഷേ ഷെയ്ൻ കഴിഞ്ഞ ദിവസം ഈ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് ചില അഭിപ്രായങ്ങളൊക്കെ നടത്തിയിരുന്നല്ലോ. അപ്പോൾ അങ്ങനത്തെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നടത്തുമ്പോൾ 2023 അപ്പം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നടത്തുമ്പോൾ അങ്ങനെ ഷെയ്ന് പേടിയുണ്ടോ? 24 ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഞാനൊരു തരത്തിൽ എന്തെങ്കിലും ലേബൽ ചെയ്യപ്പെടുമ്പോൾ അങ്ങനെ ഭയം തോന്നാറുണ്ടോ? ഭയം തോന്നാറില്ല. അത് ശരിക്കും പറഞ്ഞത് മനസ്സിൽ തട്ടി പറഞ്ഞതാണ്. അതിലെനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയങ്ങളില്ല. അത് എങ്ങനെ അത് എടുക്കും എന്നറിയില്ല. എനിക്ക് പറഞ്ഞ പോലെ ഓരോ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ മതങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളോ ഒന്നും എനിക്കറിയില്ല. നമ്മളൊരാളെ സ്നേഹിക്കുന്നത് ഒരാളുടെ കളറോ ജാതിയോ ഇതൊന്നും നോക്കിയിട്ടല്ല. അത് അയാളുടെ ഹാർട്ടിൽ നിന്നുള്ള ഒരു റിയൽ ആയിട്ടുള്ളൊരു എനർജിയാണ് നമ്മൾ ഒരാളിലേക്ക് അട്രാക്റ്റ് ആവണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എനിക്കിതൊന്നും ബാധകമല്ല. പക്ഷേ ഭൂമിയിൽ പലതരം മനുഷ്യരാണ്, പലർക്കും പല കാഴ്ചപ്പാടുകളാണ്. അതിൻ്റെ പേരിൽ പലരെയും പല രീതിയിൽ അനുഭവിക്കപ്പെടുന്നുണ്ട്, ഞാനടക്കം. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി. അത് ഞാൻ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും എനിക്ക് വലിയ കാര്യങ്ങളില്ല. ഷെയ്ൻ ശ്രദ്ധിക്കാറുണ്ടോ അത്തരം വാർത്തകളൊക്കെ? അത് ശ്രദ്ധിക്കാണ്ട് വേറെ എല്ലായിടത്തും ഉണ്ടല്ലോ, അത് കാണുന്നുണ്ടല്ലോ. ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ, ഇപ്പോഴും അവിടെ നടക്കുന്നല്ലേ, ഇപ്പോഴും യുദ്ധമില്ല അവിടെ. അല്ല, അത് സങ്കടം തോന്നുന്നത് ആരെങ്കിലും ഉണ്ടോ? അത് പക്ഷെ അവർ പറയാനില്ല എന്നുള്ള മാത്രം. പറയുന്നില്ലെന്നേ ഉള്ളൂ. അത് കാണുമ്പോൾ ഇന്നും ഇന്നലെയോ ഇത്ര ആൾക്കാർ ഇന്ന് ട്രംപും നെതന്യാഹുമായിട്ടുള്ള ചർച്ച വരുന്നുണ്ട്. ഇത് കാണാത്ത ആരുമില്ല. പക്ഷെ പ്രതികരിക്കുന്ന ആൾക്കാർ വളരെ ചുരുക്കം. സിനിമയെന്നല്ല, എല്ലായിടത്തും വളരെ രാഷ്ട്രീയക്കാരല്ലാതെ പ്രതികരിക്കുന്നവർ വളരെ ചുരുക്കം. ചിന്തിക്കും, എന്തിനാ ഞാൻ വെറുതെ ആവശ്യമില്ലാത്ത പുലിവാല് പിടിക്കുന്നത്, ചിന്തിക്കും. ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു ബോൾഡ് ഒപ്പീനിയൻ നടത്തിയാൽ നമ്മുടെ ഒരു മൂവികളെയും നമ്മുടെ റിലേഷൻസിനെയൊക്കെ ബാധിക്കുന്ന അവസ്ഥ എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ നമുക്ക് ഉള്ളിൽ പേടി ഉള്ളതുകൊണ്ടായിരിക്കും. എനിക്ക് ഇപ്പം ഞാൻ ചില കാര്യങ്ങളിൽ ടൊവിനോ എടുക്കുന്ന പല സ്റ്റാൻഡുകളെയും ഭയങ്കര അംഗീകരിക്കുന്ന വ്യക്തിയാണ്, പല കാര്യങ്ങളില്ല. കാരണം ഒരു സിനിമയിൽ പുള്ളി അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ പുള്ളിയോട് വന്ന് പറഞ്ഞു, ഷൂട്ടിങ്ങിനോട് വെച്ച്, നമ്മളൊക്കെ ക്രിസ്ത്യാനികളാണ്, നമ്മളൊക്കെ ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞു. പുള്ളിക്കത് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയി. പുള്ളി എന്നോട് പറഞ്ഞു, ഇനി ഞാൻ ആ പ്രൊഡ്യൂസറുടെ സിനിമയിൽ ജീവിതത്തിൽ അഭിനയിക്കത്തില്ല എന്ന് പറഞ്ഞു. ആ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നതാണ് നമ്മൾ അംഗീകരിക്കേണ്ട സ്റ്റാൻഡ്. അവിടെ വെറുതെ ഒരാവശ്യമുള്ളതല്ല, വെറുതെ പുള്ളിക്ക് ഒരു സ്പിരിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെന്ന് പറഞ്ഞു, നമ്മളെല്ലാം ക്രിസ്ത്യാനികളാണ്, നമ്മൾ ഒരുമിച്ച് നിൽക്കണം. എന്നോട് ഒരുത്തം വന്ന് നമ്മളെല്ലാം ക്രിസ്ത്യാനി ഒരുമിച്ച് അവൻ്റെ ചെവിക്കുറ്റിക്കിട്ട് ഒരു പൊട്ടിയിൽ ഞാൻ കൊടുക്കും. കാരണം ഇതാണ് നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നം, സിനിമയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ആവശ്യമില്ലാതെ ആൾക്കാരെ തിരിക്കാൻ നോക്കും. അത് ചിലപ്പം വേറെ വല്ലവരും കേട്ടാൽ ചിലപ്പം പ്രതികരിക്കത്തില്ല. ശരിയാ, ഞാൻ കറക്റ്റ് പറഞ്ഞാന്ന് വിചാരിക്കും. ഞാൻ പറഞ്ഞത് ആകാം. ഇത് ഇങ്ങനെ ഓരോരോ വശങ്ങൾ ഇങ്ങനെ കുത്തിവെച്ചുകൊണ്ടിരിക്കും. എല്ലായിടത്തും മനുഷ്യന്റെ ഉള്ളിലാണ് സത്യവും ഇതെല്ലാം. നല്ലത് ചീത്തത് അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും നമ്മൾ സന്തോഷ് സാർ പിന്നെ അങ്ങനെയൊക്കെ പറയും. കാരണം എല്ലാ കാര്യങ്ങളും ബോൾഡായിട്ട് അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറയണമല്ലോ. അല്ല, എൻ്റെ ഭാര്യ എന്നോട് കഴിഞ്ഞ ദിവസം ഒരു റേഡിയോയുടെ ഇന്റർവ്യൂ കഴിഞ്ഞ് ഭാര്യയും പിള്ളേരും പറഞ്ഞു, ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കില്ല. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ 2 ദിവസം ഒരു ഇന്റർവ്യൂവിലും പങ്കെടുത്തിട്ടില്ല. പിന്നെ ഷെയ്ന് കൂട്ടില്ലാതെ ഞാൻ മാത്രമായി പോയോണ്ട് പങ്കെടുത്ത കാര്യം. എന്തേലും പറയും, അത് ആൾക്കാരെടുത്ത് ഇങ്ങനെ ഇട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് പേടിയൊന്നുമില്ല. കാരണം നമ്മൾ ജീവിക്കുന്നത് എന്താ അല്ലേ, ഞാൻ അധ്വാനിക്കുന്നു, ഞാൻ കാശുണ്ടാക്കുന്നു, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പുറത്ത് പറയും, അതേ ഉള്ളൂ. യെസ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ബൾട്ടിക്ക് എല്ലാ ആശംസകളും നേരുകയാണ്. അപ്പോൾ നല്ല വിജയകരമായിട്ട് തന്നെ മുന്നോട്ട് കാര്യങ്ങളൊക്കെ പോവട്ടെ. അപ്പോൾ ഇനിയും ഷെയ്ന് നമ്മൾ ഒരുപാട് നല്ല നല്ല മൂവിയുടെ ഭാഗമായിട്ട് കാണട്ടെ എന്നും കൂടെ ആശംസിക്കുന്നു. സാറിനും അതുപോലെ തന്നെ ഒരുപാട് നല്ല ആശംസകൾ. ഇനിയും നമുക്ക് ഒരുപാട് നല്ല പടങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് പറയുന്നു. താങ്ക് യു സോ മച്ച്.